നമ്മൾ നോക്കുന്നത് ASM പരീക്ഷയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ASM പരീക്ഷയിൽ അതായത് ഓരോ ടോപ്പിക്കും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, അപ്പം നമ്മൾ ആ ടോപ്പിക് ഒന്ന് പറയും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, നമുക്ക് ജനറൽ ഗ്രാമറിൽ 5 മാർക്കാണ്. ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്, അതുപോലെ സെൻറ്റൻസ് ഇന്റർചേഞ്ചിങ് സെൻറ്റൻസ് ഒരു എന്ത് ചെയ്യുന്നുണ്ട് ടോപ്പിക്ക്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് സെൻറ്റൻസുകളുടെ ഭാഗം മറ്റൊരു ടോപ്പിക്ക്. കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ട്. ആർട്ടിക്കിൾ ഉണ്ട് A and B. യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡാൽ ഓക്സിലറി വെർബുകളുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെർ ഉണ്ട്. ടെൻസ്, അതുപോലെ ഇഫ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസ്, പ്രിപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. ഇതിനകത്ത് തന്നെ ധാരാളം ടോപ്പിക് ഇനിയും ഉണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്, റിലേറ്റീവ് പ്രൊനൗൺ, ഇതൊക്കെ ഇതിനകത്ത് കയറിപ്പോകും. അതേപോലെ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ട്, കറക്ഷൻ ഓഫ് സെന്റൻസ് ഉണ്ട്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഇതൊക്കെ ജനറൽ ഗ്രാമറിൽ വരും. ഇനി അതേപോലെ വൊക്കാബുലറി 5 മാർക്കാണ്. സിംഗുലാർ പ്ലൂറൽ ഉണ്ട്, അതുപോലെ ജെൻഡർ ഉണ്ട്, അതുപോലെ കളക്റ്റീവ് നൗൺ ഉണ്ട്. പിന്നെ ഫോർമേഷൻ വൺ വേർഡ്, നമ്മുടെ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പിന്നെ അതേപോലെ കോമ്പൗണ്ട് വേർഡ് ഉണ്ട്, സിനോണിം, ആന്റണിം ഉണ്ട്, ഫ്രൈസൽ വെർബ് ഉണ്ട്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ എന്ത് ചെയ്തു, വേർഡ്സ് ഓഫൺ കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്, ഇഡിയംസ് ഉണ്ട്, ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കോമൺ അബ്രിവേഷൻസ് ഉണ്ട്. അബ്രിവേഷൻസ് ഇതാണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ ടോപ്പിക്. അപ്പോൾ നമ്മളിൽ ഓരോ ടോപ്പിക്കായിട്ട് നോക്കുന്നു. ആദ്യത്തെയാണ് സെന്റൻസ്. എന്താണ് സെന്റൻസ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സെന്റൻസ് ഏതൊക്കെയാണ് സെന്റൻസ്, എത്ര തരം സെന്റൻസുകളുണ്ട്, അവ ഏതൊക്കെ. അപ്പോൾ സെന്റൻസിന് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കൈൻഡ്സ് ഓഫ് സെന്റൻസും ഉണ്ട്, അതുപോലെ കൈൻഡ്സും ഉണ്ട്, ടൈപ്പും ഉണ്ട്. ടൈപ്പ് ഓഫ് സെന്റൻസും ഉണ്ട്. ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് കേട്ടോ, ടൈപ്പ് ഓഫ് സെന്റൻസ്. ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും 4 തരമാണുള്ളത്. എത്ര തരം ഉണ്ടേ? 4 തരം. അതിൽ ഒന്നാമത്തെ പേരാണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഒന്നാമത്തെ പേര് ഏതാണ്ടേ? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ്, MENT, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്, അസർട്ടീവ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അഫർമേറ്റീവ്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസിന്റെ പേരാ സ്റ്റേറ്റ്മെന്റ്, അസർട്ടീവ്, ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. ഇതെല്ലാം ഒന്നാമത്തിന്റെ പേരാണ്. ഇതെങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം? തന്നിരിക്കുന്ന ചോദ്യം നൗണിൽ തുടങ്ങാം, അല്ല എങ്കിൽ പ്രോനൗണിൽ തുടങ്ങാം. നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങിയിട്ട് എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അതായത് സബ്ജക്റ്റുകളിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ്. നോക്കട്ടെ, ദേ ആർ പ്ലേയിങ്. ഏത് ടൈപ്പ് സെന്റൻസ് ആണ് മക്കളെ? നിങ്ങൾ ഇതിനെ പറയാം, ദേ ആർ പ്ലേയിങ്. ദേ സബ്ജക്റ്റ്, ദേ തുടങ്ങിയിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ദേ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്, അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതേപോലെ രാജു ഈസ് ഗോയിങ് ടു സ്കൂൾ. രാജു ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് മക്കളെ? രാജു എന്ന് പറയുന്നത് നൗൺ ആണ്, അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. നമ്മൾ പറഞ്ഞു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ തുടങ്ങും. ആദ്യം കിടക്കുന്ന വാക്ക് മാത്രം നോക്കിയാൽ മതി, എങ്കിൽ അതിന് നമുക്ക് എന്ന് പറയാം? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അസർട്ടീവ് എന്ന് പറയാം, ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അഫർമേറ്റീവ് എന്ന് പറയാം. ഇതിൽ ഈ അഫർമേറ്റീവ് സെന്റൻസിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേരാണ് അഫർമേറ്റീവ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതിനകത്ത് നെഗറ്റീവ് വേണമെന്ന് വരില്ല. അപ്പൊ നോക്കിയാണെ, ദേ ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. കണ്ടല്ലോ, ദേ ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. ഈ സെന്റൻസിൽ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. കണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ആണ്, അസർട്ടീവ് ആണ്, ഡിക്ലറേറ്റീവ് ആണ്. പക്ഷെ ഇതിന് എന്തെന്ന് പറയാൻ പറ്റില്ല? അഫർമേറ്റീവ് എന്ന് പറയില്ല. കാരണം നോട്ട് വരുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് എന്തെന്ന് പറയില്ല? അഫർമേറ്റീവ്. ഈ നോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അഫർമേറ്റീവ് കൂടാവും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയാം, അസർട്ടീവ് എന്ന് പറയാം, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. നോട്ടില്ല. അപ്പം നെഗറ്റീവ് മീനിങ് ഉള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് എന്ത് പറയില്ല? അഫർമേറ്റീവ് എന്ന് പറയില്ല. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത്തെ ഏതാണ്ട്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം?
ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. തന്നിരിക്കുന്ന ചോദ്യം ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറിയിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ അത് ഇന്ററോഗേറ്റീവ്. എങ്ങനെ നോക്കി ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്ത് തുടങ്ങിയിരിക്കുന്നു കുട്ടികളെ? വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങിയത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നമുക്ക് ഇന്ററോഗേറ്റീവ് ആണ്. ആർ യു റെഡി, ആർ യു റെഡി നോക്കുക, ആർ യു റെഡി ഏത് ടൈപ്പാണ് ഉണ്ടായി? ആർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു, ഇന്ററോഗേറ്റീവ്. ഇപ്പൊ രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റും ഇന്ററോഗേറ്റീവ്. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ തരം സെന്റൻസിന്റെ പേരാണ്, മൂന്നാമത്തെ തരം സെന്റൻസിന്റെ പേരാണ് ഇംപെരേറ്റീവ് സെന്റൻസ്. ഏതാണ് മക്കളെ? ഇംപെരേറ്റീവ് സെന്റൻസ്. ഇംപെരേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം മക്കളെ? ഇംപെരേറ്റീവ് തന്നിരിക്കുന്ന ചോദ്യം വെർബിലോ അല്ല എങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലോ അല്ല എങ്കിൽ കൈൻഡ്ലി എന്ന വാക്കിലോ, കൈൻഡ്ലി അല്ല എങ്കിൽ ബി അല്ല എങ്കിൽ ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇംപെരേറ്റീവ്. ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് വെർബിലായിരിക്കാം, അല്ല എങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലായിരിക്കാം, അല്ല എങ്കിൽ കൈൻഡ്ലി എന്ന വാക്കിലായിരിക്കാം, അല്ല എങ്കിൽ ബി എന്ന വാക്കിലായിരിക്കാം, അല്ല എങ്കിൽ ഡോണ്ട്. ഈ വാക്കുകളിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇംപെരേറ്റീവ്. നോക്കട്ടെ, ക്ലോസ് ദ ഡോർ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് മക്കളെ? ക്ലോസ് ദ ഡോർ ഏത് ടൈപ്പ് ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇംപെരേറ്റീവ്. ക്ലോസ് എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ, പ്ലീസ് സിംഗ് എ സോങ്, പ്ലീസ് സിംഗ് എ സോങ്. ഓക്കെ, എങ്ങനെ പറയാം മക്കളെ? പ്ലീസ് എന്ന് പറയുന്ന വാക്യം തുടങ്ങിയുകൊണ്ട് ഇംപെരേറ്റീവ്. ലാസ്റ്റത്തെയാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ്. ഇവിടെ നാലാമത്തെയാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. ടൈപ്പ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാടെ? ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി. ആശ്ചര്യചിഹ്നം ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളിലോ അവസാന ഭാഗത്തോ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. ഒരു സെന്റൻസ് ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യം നോക്ക്, വാവ് ആശ്ചര്യചിഹ്നം, വാട്ട് എ tall man, what a tall man. കണ്ടല്ലോ, നോക്കൂ ആശ്ചര്യചിഹ്നം കിടക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്ക്ലമേറ്ററി എന്ന് പറയാം. അടുത്ത് നോക്കിയേ, വാവ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഏ ടൈപ്പ് സെന്റൻസ് ആണോ? എക്സ്ക്ലമേറ്ററി. എന്ത് തുടങ്ങിയിരിക്കുന്നു? വാവ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ എന്ത് ആശ്ചര്യചിഹ്നം. ഈ വാവ്, ഓ, അലാസ് ഇങ്ങനെയുള്ള ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത് മക്കളെ? ഇന്റർജങ്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് 4 തരം സെന്റൻസുകളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് സെന്റൻസ്? ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്, രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ്, മൂന്നാമത്തത് ഏതാണ് മക്കളെ? ഇംപെരേറ്റീവ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. എങ്ങനെ കണ്ടെത്താൻ അറിയാലോ? ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, അടുത്ത് നമുക്ക് വരുന്നത് കൈൻഡ്സ് ഓഫ് സെന്റൻസ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് വരുന്നത് കൈൻഡ്സ് ഓഫ് സെന്റൻസ് ആണ്. സെന്റൻസുകളുടെ തരം, അതായത് നമുക്ക് എത്ര തരം സെന്റൻസ്? 4 കൈൻഡ്സ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ സെന്റൻസിന്റെ പേരാണ് സിമ്പിൾ സെന്റൻസ്. ഒന്നാമത്തെ പേര് എന്താണ് മക്കളെ? സിമ്പിൾ. രണ്ടാമത്തെ പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. രണ്ടാമത്തെ പേര് കോമ്പൗണ്ട്. മൂന്നാമത്തെ പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. മൂന്നാമത്തെ പേര് കോംപ്ലക്സ്. നാലാമത്തെ പേരാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. അപ്പോൾ 4 തരം സെന്റൻസ് ആണ് നമുക്കുള്ളത്, കൈൻഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത് സിമ്പിള്, രണ്ടാമത്തത് കോമ്പൗണ്ട്, മൂന്നാമത്തത് കോംപ്ലക്സ്, നാലാമത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇനി ഇവ എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഒന്നാമതാണ് സിമ്പിൾ സെന്റൻസ്. ഒന്നാമത്തെ ഏതാണ്? സിമ്പിൾ. നോക്കിയാണേ, പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസിന് പറയുന്ന, അർത്ഥപൂർണതയുള്ള സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ സെന്റൻസ്. The sky is blue is an example for simple sentence ആണ്. പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ. നമുക്ക് ചില വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് ഇൻസ്പൈറ്റ് ഓഫിൽ തുടങ്ങിയിരിക്കുന്നു, ഡസ്പൈറ്റിൽ തുടങ്ങിയിരിക്കുന്നു, ഓക്കെ, ing തുടങ്ങിയിരിക്കുന്നു. അതേപോലെ
2+v1 ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ട്. 2+v1 സെന്റൻസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സെന്റൻസ് ബിസൈഡ്സിൽ തുടങ്ങിയിരിക്കുന്നു. അതേപോലെ ഒരു സെന്റൻസിനകത്ത് ടു വന്നിട്ടുണ്ട്. അതുപോലെ ഇനഫ് ടു വന്നിട്ടുണ്ട്. ഇനഫ് ടു ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ അത് സിമ്പിൾ ആണ്. ഡെസ്പൈറ്റിൽ തുടങ്ങിയാൽ അത് സിമ്പിൾ ആണ്. ing തുടങ്ങുന്ന സെന്റൻസുകൾ സിമ്പിൾ ആണ്. 2+v1 ഒരു സെന്റൻസിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ആണ്. ബിസൈഡ്സിൽ തുടങ്ങുന്ന സെന്റൻസ് സിമ്പിൾ ആണ്. ടു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇനഫ് ടു വന്നാലും സിമ്പിൾ ആണ്. ഓക്കെ, നോക്കിയാണ്ടേ ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ്, ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ് ഷീ ഗോസ് ടു സ്കൂൾ. കണ്ടല്ലോ, എന്ത് തുടങ്ങിയിരിക്കുന്നു? ഇൻസ്പൈറ്റ് ഓഫ്. എന്ത് ടൈപ്പ് സെന്റൻസ്? സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 4 തരം അല്ലെങ്കിൽ 4 കൈൻഡ്സ് ആണുള്ളത്. സിമ്പിള്, കോമ്പൗണ്ട്, അതുപോലെ കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. അപ്പോൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ. സിമ്പിൾ സെന്റൻസ് ചില വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വാക്കുകൾ? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ing, ബിസൈഡ്സ്, 2+v1, ടു, ഇനഫ് ടു വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. രണ്ടാമത്തെയാണ് കോമ്പൗണ്ട് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസിന്റെ പേര് ഏതാണുള്ളത്? കോമ്പൗണ്ട് സെന്റൻസ്. എങ്ങനെ കണ്ടെത്തിച്ചറിയാം? 2 സിമ്പിൾ സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട്. 2 സിമ്പിൾ സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട്. ഓക്കെ, ഏതൊക്കെ പറയാൻ മക്കളെ? നോക്കിയോ, ചിലപ്പോൾ നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഒരു കോഡ് പഠിക്കുക. ഫാൻ ബോയ്സ്, FANBOYS, ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് എന്തായിരിക്കും മക്കളെ? സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. ഫാൻ ബോയ്സ് എന്ന് പഠിച്ച് എഫിൽ വരുന്ന വാക്ക് ഫോർ, എയിൽ വരുന്ന വാക്ക് ആൻഡ്, എന്നിൽ വരുന്ന വാക്ക് നോർ, ബിയിൽ വരുന്ന വാക്ക് ബട്ട്, ഓയിൽ വരുന്ന വാക്ക് ഓർ, വൈയിൽ വരുന്ന വാക്ക് എറ്റ്, എസ്സിൽ വരുന്ന വാക്ക് സോ, ഇവിടെ ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. ഏതാണ്ടോ ഫാൻ ബോയ്സിൽ വരുന്ന വാക്കുകൾ കേൾക്കാം. എഫ് ഫോർ, എ ആൻഡ്, എൻ നോർ, ബി ബട്ട്, ഓ ഓർ, വൈ എറ്റ്, എസ് സോ. ഇത് കൂടാണ്ട് 1-2 വാക്കുകൾ പഠിക്കുക. നൈദർ നോർ വാക്ക് ഏതാണ്? നൈദർ നോർ. ഒരു സെന്റൻസിനകത്ത് നൈദർ നോർ വന്നിട്ടുണ്ടോ നോക്കാം. അല്ലെങ്കിൽ എയ്തർ ഓർ ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. അതുപോലെ എന്ത് ചെയ്യും? നമ്മുടെ നെവർത്തിലെസ് ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ട്. ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം? കോമ്പൗണ്ട് സെന്റൻസ്. ഇപ്പൊ ഫാൻ ബോയ്സോ ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. നോക്കിയേ, രാജു, എക്സാമ്പിൾ, രാജു ഈസ് പ്ലേയിങ് ആൻഡ് ഡാൻസിങ്. നോക്കടോ, പ്ലേയിങ് ആൻഡ് വന്നിരിക്കുന്നു. ആൻഡ് വന്നു കഴിഞ്ഞാൽ അതേ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ്. ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് ഏതാണെന്ന് പറഞ്ഞു? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. എന്നാൽ അടുത്ത് നോക്കിയുണ്ടായി, അടുത്താണ് കോംപ്ലക്സ് സെന്റൻസ്. മൂന്നാമത്തെയാണ് കോംപ്ലക്സ് സെന്റൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഒരു സിമ്പിൾ സെന്റൻസും അതിനോടൊപ്പം അർത്ഥപൂർണത ഇല്ലാത്ത സെന്റൻസും ചേർത്ത് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളാണ് സിമ്പിൾ. അതിനോടൊപ്പം അർത്ഥപൂർണത ഇല്ലാത്ത സെന്റൻസ് ചേർത്ത് പറഞ്ഞാൽ അത് കോംപ്ലക്സ് സെന്റൻസ്. നമുക്കത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് മനസ്സുകൊണ്ട് സെന്റൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്കത് കോഡ് വീട്ടിലൂടെ പഠിക്കാം. ചില വാക്കുകൾ വന്നാൽ അത് കോംപ്ലക്സ് ആണ്. ആ വാക്കുകൾക്ക് കോഡ് പഠിച്ചാൽ മതി. ശബരി, SHABARI, ശബരി UT1, കോഡ് ഏതാണല്ലേ? ശബരി UT1. എസ്സിൽ വരുന്ന വാക്കാണ് സിൻസ്, എച്ചിൽ വരുന്ന വാക്കാണ് ഹൗഎവർ, എയിൽ വരുന്ന വാക്കാണ് അസിഫ്, ബിയിൽ വരുന്ന വാക്കാണ് ബിക്കോസ്, ബിഫോർ. അടുത്ത
എയിൽ വരുന്ന അടുത്ത എയിൽ വരുന്ന വാക്കാണ് ഓൾദോ ആഫ്റ്റർ. ഓൾദോ ആഫ്റ്റർ. ഓൾദോ ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്കാണ് റെയർലി. റെയർലി. അതുപോലെ ബെയർലി. ബെയർലി. അതുപോലെ ഹാർഡ്ലി. ബെയർലി, ഹാർഡ്ലി, വെന്ന്. നോക്കടോ, ഇതിന്റെ അർത്ഥം എന്താ? റെയർലി വെന്ന്, ബെയർലി വെന്ന്, ഹാർഡ്ലി വെൻ. ഈ വാക്കിൽ വരുന്ന സെൻസ് അതാണ് റെയർലി. ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. എൻ്റെ അർത്ഥം റെയർലി വെന്ന് വരുന്ന സെൻസ്, ബെയർലി വെന്ന് വരുന്ന സെൻസ്, ഹാർഡ്ലി വെൻ. അതാണ് ഞാൻ കുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഐയിൽ വരുന്ന വാക്കാണ് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഐയിൽ വരുന്ന വാക്ക് ഏതാണ് മക്കളെ? ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇൻ ഓർഡർ ദാറ്റ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുവിൽ വരുന്ന വാക്കാണ് അൺലെസ്. യുവിൽ വരുന്ന വാക്ക് അൺലെസ്. യുവിൽ വരുന്ന വാക്ക് ഏതാണ്ടോ? അൺലെസ്. ടിയിൽ വരുന്ന വാക്കാണ് ദോ, ത്രൂ, ദാറ്റ്. ടിയിൽ വരുന്ന വാക്ക് ഏതാ? ദോ. THOUGH. ദോ. അതേപോലെ ത്രൂ, ദാറ്റ്. ദോ, ത്രൂ, ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് പഠിച്ചോണം. വാട്ട്, വാട്ടെവർ. വാട്ട്, വാട്ടെവർ. അതുപോലെ അടുത്ത വാക്കാണ് വെന്ന്, വെന്നെവർ. വെന്ന്, വെന്നെവർ. അടുത്ത വാക്ക് വെയർ, വെയറവർ. വെയർ, വെയറവർ. അടുത്ത വാക്ക് വിച്ച്, വിച്ചവർ. വിച്ച്, വിച്ചവർ. അടുത്ത വാക്കാണ് ഹൂ, ഹൂം, ഹൂ എവർ. അപ്പൊ ഏതൊക്കെയായിരുന്നു ഡബ്ല്യൂയിൽ വരുന്ന വാക്ക്? വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വെയർ, വെയറവർ, വിച്ച്, വിച്ചവർ, ഹൂ, ഹൂം, ഹൂവർ. അടുത്ത് ഒരു വാക്കും ഉണ്ട് വൈൽ. WHIL, വൈൽ. ഇനി ഓയിൽ വരുന്ന വാക്കാണ് വൺസ്. ഓയിൽ വരുന്ന വാക്ക് ഏതാണ്ട്? വൺസ്. എന്നിൽ വരുന്ന വാക്കാണ് നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ. ശബരി, യുറ്റി, ഓണിൽ വരുന്ന വാക്ക് ഏതാണ്? എസ്സിൽ വരുന്ന വാക്ക് സിൻസ്. എച്ച് ആണെങ്കിൽ ഹൗ, ഹൗവർ. ഇനി അതേപോലെ നമ്മുടെ എയിൽ വരുന്ന വാക്കാണെങ്കിൽ അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്കാണെങ്കിൽ ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്കാണെങ്കിൽ ആൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. ഐയിൽ വരുന്ന വാക്ക് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. അതേപോലെ യുയിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ വരുന്ന മൂന്ന് വാക്കാണ് ദോ, ത്രൂ, ദാറ്റ്. അതേപോലെ ദോ, THOUGH, ദോ, ത്രൂ, THROUGH, ദോ, ത്രൂ, ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വെയർ, വെയറവർ, വിച്ച്, വിച്ചവർ, ഹൂ, ഹൂം, ഹൂവർ. ലാസ്റ്റത്തത് വൈൽ. ഓയിൽ വരുന്ന വാക്ക് വൺസ്. എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് മക്കളെ? കോംപ്ലക്സ് ആൻസർ. നമുക്ക് ഒരു ചോദ്യം. ഇഫ് ഐ സിംഗ് എ സോങ്. ഇഫ് ഐ സിംഗ് എ സോങ് യു വിൽ ഡാൻസ്. യു വിൽ ഡാൻസ്. ഏത് ടൈപ്പ് സെൻസ് ആണ് മക്കളെ? നമുക്ക് ഈ വാക്കുകൾ വന്നിട്ടുണ്ട്, ഇഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സെൻസ് കോംപ്ലക്സ് ആൻസർ. ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്. ലാസ്റ്റത്തെയാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം കോമ്പൗണ്ട് കോംപ്ലക്സ്? നമ്മൾ കോമ്പൗണ്ടിന് ഒരു കോഡ് പഠിച്ചല്ലോ. കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ് അടുത്ത് പറയുന്നത്. കോമ്പൗണ്ട് കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നമ്മൾ കോമ്പൗണ്ടിന് ഒരു കോഡ് പഠിച്ചു. ഏതായിരുന്നു മക്കളെ? ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ്. കോംപ്ലക്സിന് ഇപ്പോൾ ഒരു കോഡ് പഠിച്ചു. ഏതാണ് മക്കളെ? ശബരി UT1. ശബരി SHABARI. ശബരി UT1. കണ്ടോ ഈ വാക്ക്? ഈ രണ്ട് കോഡിലെയും വാക്ക് ഒരു ഒറ്റ സെന്റൻസിനകത്ത് വന്ന് ഫാൻ ബോയ്സിലെയും ശബരി UT1ലെയും വാക്ക് ഒരു ഒറ്റ സെന്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. when I entered my room. When I entered my room, my wife was sleeping. My wife was sleeping and my son was playing. നോക്കിയാണല്ലേ?
ഇവിടെ വെൻ എന്ന് പറയുന്നത് ശബരി യൂണിൽ പഠിച്ച വാക്കാണ്. ആൻഡ് എന്ന് പറയുന്നത് എവിടെ പഠിച്ചാണ്ട് ഫാൻ ബോയ്സ്. രണ്ട് വാക്ക് ഒരൊറ്റ സെൻസിൽ വന്നു, അതുകൊണ്ടത് കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇതാണ് സെന്റൻസും സെന്റൻസുകളുടെ കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് അതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെറണ്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്സ് ആണ് നോക്കുന്നത്. ഇൻഫിനിറ്റീവ്സും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇൻഫിനിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ബെയർ ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ് 10ാം ക്ലാസ് ടെക്സ്റ്റിലുള്ള ആദ്യ ടോപ്പിക്കുകളെല്ലാം പറയാം. ബെയർ ഇൻഫിനിറ്റീവ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്. V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്. അതായത് എക്സാമ്പിൾ വാക്ക്, ഡാൻസ്, അതുപോലെ സിങ്, ഇങ്ങനെയുള്ള V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻഫിനിറ്റ്. എവിടെ ഉപയോഗിക്കാം? ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ, അതുപോലെ ഹാഡ് റാദർ, ഹാഡ് റാദർ, അതുപോലെ ഹാഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ V1 ഉത്തരം കേട്ടോ. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ കഴിഞ്ഞാൽ V1 ആണ് ഉത്തരം. ഓക്കെ, യു ഹാഡ് ബെറ്റർ സിങ് എ സോങ്. അടുത്തത് വുഡ് ബെറ്റർ. അടുത്ത റൂൾ ഏതാണ്ട് വുഡ് ബെറ്റർ, അതുപോലെ വുഡ് റാദർ, വുഡ് റാദർ, അതുപോലെ വുഡ് സൂണർ, വുഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് മക്കളെ? V1. വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ V1. ഇനി വുഡ് റാദർ എന്നൊരു പ്രത്യേകത കൊണ്ട് കിട്ടില്ല, അതൊന്ന് പഠിച്ചു വെച്ചോ. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം V2 ആണ്. ഉത്തരം V2 ആണ്. വുഡ് റാദർ അല്ലെങ്കിൽ വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്താണ്ട് V2 ആണ്. ഇനി അതേപോലെ അടുത്ത റൂളാണ് റാദർ ദാൻ, റാദർ ദാൻ, അതുപോലെ സൂണർ ദാൻ, റാദർ ദാൻ, സൂണർ ദാൻ. ഇത് കഴിഞ്ഞ് തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. റാദർ ദാൻ, സൂണർ ദാൻ കഴിഞ്ഞിട്ട് വെർബ് V1 ആയിരിക്കും. അതുപോലെ മോഡൽ ഓക്സിലറി വെർബുകൾ, മോഡൽ ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് V1 ആണ്. മോഡൽ ഓക്സിലറി ഏതാണ് മക്കളെ? വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി വെർബിന് പറയുന്ന പേരാണ് മോഡൽ ഓക്സിലറി. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, മറക്കരുത്. അതേപോലെ വരുന്നതാണ് മൂന്ന് വാക്ക് ബട്ട്, എക്സെപ്റ്റ്, ദാൻ. മൂന്ന് വാക്കുകൾ പറഞ്ഞേ ബട്ട്, എക്സെപ്റ്റ്, ദാൻ. ഈ വാക്കുകൾ കഴിഞ്ഞ് തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. ബട്ട്, എക്സെപ്റ്റ്, ദാൻ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ V1 ഉത്തരം. ലാസ്റ്റ് റൂൾ പഠിച്ചേ വാക്കുകൾ ലെറ്റ്. ഒന്നാമത്തെ വാക്ക് ലെറ്റ്, അടുത്ത വാക്കാണ് മേക്ക്, അടുത്ത വാക്ക് മെയ്ഡ്. ലെറ്റ്, മേക്ക്, മെയ്ഡ്. ബിഡ്, ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്. അതുപോലെ വാച്ച്, അതുപോലെ സീ, വാച്ച്, സീ. ഹിയർ, HEAR, ഹിയർ. അതുപോലെ ഫീല്, ഹെൽപ്പ്, ഫീല്, ഹെൽപ്പ്. ഏതൊക്കെയാണ് വീട്ടിലെ വാക്കുകൾ പറഞ്ഞേ? ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു നൗൺ രൂപം വന്നു കഴിഞ്ഞാൽ ഉത്തരം V1 ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് ഇവിടെ? V1. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്തൊക്കെ പറഞ്ഞു? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ കഴിഞ്ഞാൽ V1 ഉത്തരം. വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ കഴിഞ്ഞാൽ V1 ഉത്തരം. വുഡ് റാദറിന്റെ മാത്രം പ്രത്യേകത വുഡ് റാദർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ V2 ഉത്തരം. റാദർ ദാൻ, സൂണർ ദാൻ കഴിഞ്ഞാൽ V1 ഉത്തരം. മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി കഴിഞ്ഞാൽ V1 ഉത്തരം. അതുപോലെ ബട്ട്, എക്സെപ്റ്റ്, ദാൻ കഴിഞ്ഞാൽ V1 ഉത്തരം. അതുപോലെ ലാസ്റ്റ് ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1. അതൊന്ന് ഓർമ്മയിലിരിക്കുക. നമ്മൾ 2 ടോപ്പിക്കാണ് നോക്കിയത്. ഇപ്പോൾ ടോപ്പിക്കുകളൊന്ന് ഒട്ടിച്ച് റിവൈസ് ചെയ്ത് നല്ലതാണ്. നമ്മളൊന്ന് റിവൈസ് ചെയ്യാനാണ് നോക്കുന്നത്. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തൊന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.